ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റാഗി ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ റോസ്റ്റഡ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. റാഗി പൗഡർ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെയാണ് അത്രയും വെള്ളം നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് 1 കപ്പ് വെള്ളം ഫുള്ള് ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ലതുപോലെ തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഗീയോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടില്ല, എന്നാലും നമുക്ക് കുഴയ്ക്കാൻ പരുവത്തിനായിട്ടുണ്ട്. കൈ വെച്ച് കുറച്ച് നേരം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇഡ്ഡലി പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ കുഴിയിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാൻ കൈവച്ച് തന്നെയാണ് പുരട്ടി കൊടുക്കുന്നത്. ഇനി ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം. ഇനി അടച്ചതിന് ശേഷം നമുക്ക് മാവ് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യത്തെ ഒരു തട്ടിൽ തേങ്ങ നടുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ തേങ്ങ ഇടിയപ്പത്തിൻ്റെ നടുക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു തട്ടിൽ നമുക്ക് തേങ്ങ നടുക്ക് വെച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ തട്ടിൽ ആദ്യം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞൊഴിക്കാം. നടുക്ക് തേങ്ങ ഇടുമ്പോൾ നമ്മൾ ചൂടാവുന്ന സമയത്ത് തേങ്ങാപ്പാലൊക്കെ അതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ബാക്കി മാവും കൂടെ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 15-20 മിനിറ്റ് നേരം അവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അത് വാങ്ങി വയ്ക്കാം. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം ഇളകില്ല. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് ഇളക്കി മാറ്റാം. ഇപ്പം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങ നടുക്ക് വെച്ചത് നടുക്ക് തന്നെ തേങ്ങ ഇരിപ്പുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഇടിയപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. താങ്ക് യു.